ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ചോക്ലേറ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ പഠിക്കാമെന്ന് നോക്കാം. അതായത് സീരിയസ് ആയിട്ടുള്ള പഠിത്തമൊന്നുമല്ല, എന്തെങ്കിലും നമുക്ക് ഇഷ്ടമല്ലാത്തൊരു ബോർ സബ്ജക്റ്റൊക്കെ നമ്മൾ എടുപ്പോൾ ഫിസിക്സ് എടുത്തു. അപ്പോൾ അതിൽ ഒരു ചാപ്റ്റർ നമുക്ക് തീർക്കാൻ ഭയങ്കര മടി തോന്നുകയാണ്. അങ്ങനെ മടി തോന്നുവാണെങ്കിൽ ആ മടി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ട്രിക്ക്, അല്ലാതെ ഭയങ്കര സീരിയസ് ആയിട്ടൊന്നും ഈ വീഡിയോ എടുക്കണ്ട. അതുപോലെ പഠിക്കാൻ മടിയുള്ള കുഞ്ഞു കുട്ടികൾക്കും വേണമെങ്കിൽ ഈ ഒരു മെത്തേഡ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ്. ആദ്യം ചെയ്യേണ്ടത് നമ്മൾ പഠിക്കാനുള്ള പോർഷൻസ് എടുക്കുക. അതായത് ഇപ്പോൾ കെമിസ്ട്രിയിലെ ഒരു ചാപ്റ്ററാണ്, അത് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷേ ഭയങ്കര ബോറിങ്, എനിക്ക് തോന്നുന്നില്ല പഠിക്കണമെന്ന്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രം അത്രയും ചാപ്റ്ററിൻ്റെ പേജുകൾ എടുത്തിട്ട് അത് ഡിവൈഡ് ചെയ്യണം. അതായത് ആ ഒരു ചാപ്റ്ററിൽ 12 പേജാണ് ഉള്ളതെങ്കിൽ അതിനെ 4 പേജ് വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര പോർഷൻ വരും? 3 പോർഷൻ. അതായത് ആദ്യത്തെ 4 പേജ്, അടുത്ത 4 പേജ്, പിന്നെ 4 പേജ്. അപ്പോൾ ഈ ഓരോ 4 പേജ് കഴിയുമ്പോഴും ഒരു ചെറിയ പീസ് ചോക്ലേറ്റോ അല്ലെങ്കിൽ ഒരു പോപ്പിൻസോ ജെംസോ ഏതെങ്കിലും ഒരെണ്ണം, ചെറുതൊരെണ്ണം അവിടെ വയ്ക്കുക. അടുത്ത 4 പേജ് കഴിയുമ്പം അവിടെയും വയ്ക്കുക. ഏറ്റവും ലാസ്റ്റിലും ഒരെണ്ണം വയ്ക്കുക. അപ്പോൾ 3 ചോക്ലേറ്റ് നമ്മൾ വെച്ചു. എന്നിട്ട് ആദ്യത്തെ 4 പേജ് പഠിക്കുക. അത് പഠിച്ചു കഴിഞ്ഞിട്ട് മാത്രമേ അതിനടിയിലിരിക്കുന്ന ചോക്ലേറ്റ് എടുക്കത്തുള്ളൂ എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം. അപ്പോൾ 4 പേജ് പഠിച്ചു കഴിഞ്ഞു. അതിനുശേഷം ആ ചോക്ലേറ്റ് നമുക്ക് എടുക്കാം. പിന്നെ അടുത്ത 4 പേജ്, അത് കഴിയുമ്പം വീണ്ടും അടുത്ത ചോക്ലേറ്റ്. അങ്ങനെ 12 പേജ് നമ്മൾ ആ ചോക്ലേറ്റിന് വേണ്ടിയിട്ട് പെട്ടെന്ന് പഠിക്കും. നമുക്കിത് കേൾക്കുമ്പോൾ കുറച്ച് കുട്ടിത്തമായിട്ട് തോന്നുമെങ്കിലും അങ്ങനെയല്ല. ഇതൊരു സൈക്കോളജിക്കലി ഉള്ള കാര്യമാണ്. കാരണം നമുക്ക് ഫുഡിനോടാണ് മിക്ക ആൾക്കാർക്കും ആഗ്രഹം. അതായത് അടുത്ത റൂമിലിരിക്കുന്ന ഒരു ബുക്ക് പോയി എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ എടുക്കില്ല. പക്ഷെ നമുക്ക് വിശക്കുവാണ്, അല്ലെങ്കിൽ അമ്മ പറയാണ് ഫ്രിഡ്ജിൽ ഐസ്ക്രീം ഇരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര മടിയനാണേലും അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് അതെടുത്ത് വെച്ച് കഴിക്കും. പക്ഷേ അടുത്ത റൂമിൽ ബുക്ക് എടുക്കാൻ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര മടിയായിരിക്കും. അത് എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. അപ്പം ആ ചോക്ലേറ്റ് കഴിക്കാമല്ലോ എന്നുള്ള ആഗ്രഹത്തിൽ ഈ ബോർ സബ്ജക്റ്റ് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? പഠിക്കും. ആ 4 പേജ് പഠിച്ചിട്ട് ആ ചോക്ലേറ്റ് കഴിക്കും. അപ്പോൾ അതൊന്നും ആവില്ലല്ലോ. അപ്പോൾ അടുത്ത ചോക്ലേറ്റ് കൂടെ വേണം. അതുകൊണ്ട് അടുത്ത ചാപ്റ്റർ. അത് ജസ്റ്റ് നിങ്ങൾക്ക് ഏറ്റവും ബോർ സബ്ജക്റ്റ് മാത്രം നോക്കാവുന്ന ഒരു രീതിയാണ്. അല്ലാതെ സിലബസ് മുഴുവൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഈ മെത്തേഡ് ഒരിക്കലും യൂസ് ചെയ്ത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലോഡ് ചോക്ലേറ്റ് വേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ കുറച്ച് കഴിക്കുവാണെങ്കിലും അതുപോലെ ചെറിയ പോർഷൻസ് മാത്രം പഠിക്കുമ്പോൾ മാത്രം ഇതിങ്ങനെ ഉപയോഗിക്കുക. പിന്നെ ചോക്ലേറ്റ് പൊതുവേ നമുക്ക് ബ്രെയിനൊക്കെ നല്ലതാണ്. അപ്പം എല്ലാം മിതമായ അളവിൽ കഴിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ 3 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്നാമത്, എത്ര ബോർ സബ്ജക്റ്റ് ആണെങ്കിലും നമ്മൾ പഠിച്ചു പോകും, പഠിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. രണ്ടാമത്, ഡാർക്ക് ചോക്ലേറ്റ് പോലുള്ളവയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബുദ്ധിക്കും ഓർമ്മശക്തിക്കും നല്ലതാണ് അത് കഴിക്കുന്നത്. അതുപോലെ കുറച്ച് എനർജി കൂടി കിട്ടും. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ മൈൻഡ് കൺട്രോൾ. അതായത് ആ ഒരു ചോക്ലേറ്റ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, അതുകൊണ്ട് ഇത് പഠിച്ചു കഴിഞ്ഞിട്ടേ അത് കഴിക്കാവൂ, അങ്ങനെ ഒരു കൺട്രോൾ നിങ്ങൾ അറിയാതെ മൈൻഡിന് കിട്ടുകയും ചെയ്യും. ഇങ്ങനെ ഏതെങ്കിലും ഒരു ബോർ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും പഠിക്കുന്നത്. അപ്പോൾ പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും ജയിച്ചു വരട്ടെ, നല്ല മാർക്ക് വാങ്ങട്ടെ. താങ്ക് യു.